ജനപ്രതിനിധികളുടെ ശക്തമായ ഇടപെടലും ഗവൺമെൻറ്റിൻ്റെ തീരുമാനവും ജനഹിതവും എല്ലാം പരിഗണിച്ചുകൊണ്ട് മദ്യം ഘട്ടം ഘട്ടമായി കുറക്കാൻ തീരുമാനിക്കുകയും ബാറുകൾ ഒരു നിശ്ചിത ദിവസം അടച്ചുപൂട്ടണമെന്ന് തീരുമാനിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും കോടതി ഇടപെടുകയും ആ വിഷയം അനന്തമായി നീണ്ടുപോവുകയും ചെയ്യുന്ന പോലെ ഈ മദ്യനിരോധ പ്രവർത്തനങ്ങളും അങ്ങനെ ഒരു വ്യക്തതയില്ലാത്ത രൂപത്തിൽ എത്തി നിൽക്കുകയുമാണ്. ഈ സാഹചര്യത്തിൽ സർക്കാർ ശക്തമായ നിലപാടെടുക്കാനും കോടതികൾ എന്ന് ബോധ്യപ്പെടുത്താനും വിദേശങ്ങളിൽ വെച്ചാണെങ്കിലും പ്രവാസി സംഘങ്ങളും പ്രസ്ഥാനങ്ങളും പ്രവാസി സംഘടനാ നേതാക്കളുമൊക്കെ ഇതിൽ സർക്കാരിൻ്റെ തീരുമാനം മദ്യം ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള തീരുമാനം അതാണ് വേണ്ടത് എന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കുകയും മുറവിളി കൂട്ടുകയും പ്രമേയങ്ങൾ പാസ്സാക്കുകയും ഇതുപോലെ മീറ്റിങ്ങുകൾ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അവിഷയകമായി സുഹൃത്ത് ബഷീർ പട്ടേൽ താഴം ഇവിടെ ഇഷാക്ക് ശേഷം ഉള്ള സമയത്ത് സംസാരിക്കും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇതിലെ രണ്ടാമത്തെ വിഷയമാണ്. വിവാഹധൂർത്ത് എന്നത് വളരെ പ്രയാസമുള്ളതും സമൂഹം ആകെ വിഷമത്തിൽ അകപ്പെട്ടതും ആർക്കും അതിൽ പ്രത്യേകിച്ച് ഞാനതിലില്ല എന്ന് പറയാൻ കഴിയാത്തതുമായ ഒരു വിഷയമാണ് ധൂർത്ത്. എല്ലാ രംഗങ്ങളിലും ധൂർത്ത് ഉണ്ടായി. ആഡംബരവും പൊങ്ങച്ചവും കിബറും ഒക്കെ വർദ്ധിച്ചു വന്ന കൂട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ വിവാഹത്തോടനുബന്ധിച്ച് വളരെ കൂടുതൽ ധൂർത്തും അനാവശ്യമായ കാര്യങ്ങളും വന്നു ചേർന്നു. വിഷയാധിഷ്ഠിതമായി സംസാരിച്ചാൽ ചെലവഴിക്കുമ്പോൾ അവർ ദുർവ്യയം ചെയ്യുകയോ പിശുക്ക് കാണിക്കുകയോ ഇല്ല. അതിനിടയിലുള്ള ഒരു മധ്യാവസ്ഥയിലായിരിക്കും അവർ ഉണ്ടാവുക എന്ന് ഖുർആൻ പറയുന്നു. ഇതൊക്കെ പരത്തി പറയേണ്ടതോ ഖുർആനിന്റെയോ ഹദീസിന്റെയോ തെളിവുകൾ ഉദ്ധരിച്ച് സമുദായത്തെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തേണ്ടതോ ആയ ആവശ്യമില്ല. കാരണം ദുർവ്യയം ഹറാമാണെന്നും ആർഭാടം തിന്മയാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതെല്ലാം അറിയാമെങ്കിലും നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് സാമൂഹിക ജീവിയാണ് മനുഷ്യർ എന്നുള്ളത് കൊണ്ട് തന്നെ സാമൂഹ്യമായ ചടങ്ങുകളിൽ ഒരാൾ മാത്രം ഒറ്റപ്പെട്ടു പോയാൽ പ്രയാസമാകില്ലേ എന്ന നിലയിൽ നമ്മളൊക്കെ ഈ വിവാഹരംഗം വരുമ്പോഴേ ആർഭാടത്തിലേക്കും അനാവശ്യത്തിലേക്കും പോയിരിക്കുകയാണ്. വളരെ നേരത്തെ ചെറിയ ചെറിയ ചില സംഘങ്ങൾ അതിനെതിരെ ബോധവൽക്കരണം ആരംഭിച്ചിരുന്നു. 25-30 വർഷങ്ങൾക്ക് മുമ്പ് ബിസ്മി എന്നൊരു സംഘടന, അതായത് കേരളത്തിലെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കീഴിൽ രൂപീകൃതമായ ബിസ്മി, അത് അതിശക്തമായി സ്ത്രീധനത്തിനെതിരെയും ആർഭാടത്തിനെതിരെയും വിവാഹത്തിലെ ധൂർത്തിനെതിരെയും ബോധവൽക്കരണം നടത്തി വരികയും ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഒരു മാറ്റം സമുദായത്തിൽ പ്രകടമാകാൻ മാത്രം ഈ ചെറിയ സംഘം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫലം ശക്തമായി വന്നില്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഈ രംഗത്ത് ബോധവൽക്കരണം നടത്തി. MSS 20 വർഷമായി പരിപാടികളും ബോധവൽക്കരണവും നടത്തി വന്നതാണ്. ഇന്നിപ്പോഴുള്ള ഒരു സാഹചര്യം, കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുന്ന മുസ്ലിം ലീഗ് അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു പ്രമേയമായി വിവാഹം ലളിതമാക്കണമെന്നും വിവാഹത്തിലെ ധൂർത്ത് അവസാനിപ്പിക്കണമെന്നും അതിശക്തമായ ഒരു നിലപാടെടുത്തു.
അത് കുറേ രാഷ്ട്രീയ പ്രമേയങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ വായിച്ചു പോയൊരു പ്രമേയമല്ല. അല്ല എന്നതിൻ്റെ തെളിവ് അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രസ്താവനയിൽ വിവാഹ ഇല്ലാത്ത മാതൃകാ വിവാഹത്തിന് സമുദായ നേതാക്കൾ മുന്നോട്ട് വരണം എന്ന് ആവശ്യപ്പെട്ടു. അതോടെ ആർഭാട വിവാഹങ്ങൾ ബഹിഷ്കരിക്കേണ്ടി വരും എന്ന് പ്രസ്താവന ഇറക്കി. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് ഇസ്ലാമി തുടങ്ങിയ ആളുകൾ, നേതാക്കന്മാർ അതിശക്തമായ നിലയിൽ ലേഖനങ്ങളും എഴുതി. കേരളത്തിൽ മുസ്ലിങ്ങൾ നേതൃത്വം നൽകുന്ന എല്ലാ പത്രങ്ങളും ദിവസങ്ങളോളം വിവാഹരംഗത്തുണ്ടായ തോന്നിവാസങ്ങളെക്കുറിച്ച് ശക്തമായ ലേഖനങ്ങളും ഫീച്ചറുകളും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇപ്പോൾ ഒരു നല്ല സാഹചര്യമാണ് ഈ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഈ തിന്മകളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനുള്ള ഒരു സാഹചര്യം. അതിൽ ഒരു സങ്കടകരമായ ഒരു കാര്യം, വിവാഹരംഗത്തുണ്ടായ ആഭാസങ്ങൾ മുഴുവനും മുസ്ലിങ്ങൾ ആരംഭിച്ചതും പിന്നെ ചില സമുദായങ്ങളിലേക്ക് എത്തിപ്പെട്ടതുമാണ്. ഖുർആനിൽ കുന്തും ഹൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട എഴുന്നേൽപ്പിക്കപ്പെട്ട ഉദിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക, അതാണ് നിങ്ങളുടെ പണി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജനങ്ങൾക്കുള്ള സാക്ഷികളാകുവാനും നിങ്ങൾ ജനങ്ങൾക്കുള്ള സാക്ഷികൾ മാതൃകയാവാനും അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് മാതൃകയാവാനും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ ധാരാളമായി വന്നിട്ടുമുണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും മുസ്ലിം സമുദായത്തിലുണ്ടായ ഈ രംഗത്തുണ്ടായ പാളിച്ചകളും അനാവശ്യമായ സമ്പ്രദായങ്ങളും ശീലങ്ങളുമൊക്കെ നമ്മെ നശിപ്പിക്കുന്ന ഇതര സമുദായങ്ങളിലേക്ക് കൂടി ഈ തിന്മകൾ പകരുകയും ചെയ്തു. ഇനി എന്തുണ്ട് വഴി എന്നതാണ്. എന്തുണ്ട് വഴി എന്നതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണം. ഇപ്പോൾ തന്നെ ഈ ചർച്ചകൾ വന്നപ്പോൾ ചില ആളുകൾ എഴുതി പ്രചരിപ്പിച്ചത്, ഇത് പറയുന്ന ആളുകൾ ആർഭാടം നടത്തിയവരല്ലേ, ഇത് പറയുന്ന സംഘടനയിലെ ഇന്ന ഇന്ന ആളുകൾ ത്തിന്റെ ജീവിതം അല്ലെങ്കിൽ വിവാഹത്തിൽ ഉണ്ടാക്കിയില്ലേ എന്നാണ്. അതാണ് നമ്മളുടെ പണിയെങ്കിൽ നമുക്കൊരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു പരിവർത്തനവും കഴിയില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മളിൽ ധൂർത്തുണ്ടായി, മോശമായ സംഗതികൾ ഉണ്ടായി, സ്ത്രീധനമുണ്ടായി, പലതും ഉണ്ടായി. അതുണ്ടായിരുന്നു എന്നതുകൊണ്ട് ഇനി നമുക്കാർക്കും ഒന്നും പറയാൻ പാടില്ല എന്നാണോ? അങ്ങനെയല്ല. സമുദായം തിരിച്ചറിഞ്ഞിരിക്കുന്നു. എല്ലാ മുഖ്യധാര മതസംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ധൂർത്തും ആർഭാടവും ആഭാസവും തിന്മയാണ് എന്ന്. അപ്പൊ ഇനി എന്ത് ചെയ്യാം എന്നതിന് 20 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ട് അന്ന് രൂപീകൃതമായ മുസ്ലിം സംഘടനാ ഏകോപന സമിതി, അങ്ങനെ ഒരു കൊച്ചു സംഘടന ഉണ്ടായിരുന്നു. അതിൽ കോഴിക്കോട്ടും പരിസരത്തുമുള്ള വലുതും ചെറുതുമായ 20ഓളം സംഘടനകൾ അതിൽ അംഗങ്ങളായിരുന്നു. ആ സംഘടനകൾ അംഗങ്ങളായത് സ്ത്രീധനത്തിനെതിരെയും ആഭരണ ഭ്രമത്തിനെതിരെയും ആർഭാടത്തിനെതിരെയുമുള്ള ചർച്ചകൾ നടന്നു. എല്ലാ വിഭാഗം മതസംഘടനകളെയും ഉയർന്ന പണ്ഡിതന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ചകൾ. ഓരോ ചർച്ച കഴിയും തോറും ഓരോ പുതിയ വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയും ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുകയും എങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയും ചെയ്തപ്പോഴാണ് അവസാനം അതൊരു മുസ്ലിം സംഘടന ഏകോപന സമിതി ആവുകയും ആ സമിതി അതിൽ കോഴിക്കോട്ടെ പ്രധാനമായും ഇപ്പം മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, സുന്നി, തബ്ലീഗ് ജമാഅത്ത്, പിന്നെ അവിടെ MSS, മറ്റ് സംഘടനകൾ, അതിൽപ്പെട്ട ആളുകൾ, പണ്ഡിതന്മാർ, ഖാദിമാർ, ഇവരൊക്കെ പങ്കെടുത്ത് ധാരാളം ചർച്ചകൾ നടന്ന് ഒരു തീരുമാനമുണ്ടാക്കി. വിവാഹം എങ്ങനെ ലളിതമാക്കാം എന്നിട്ട് ഒരു കരട് രേഖയുണ്ടാക്കി എല്ലാ സംഘടനകൾക്കും അയച്ചു കൊടുത്തു. ഇത് നിങ്ങളുടെ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ യോഗത്തിൽ അംഗീകരിച്ച് ആവശ്യമായ ഭേദഗതികളോടുകൂടി തിരിച്ചയച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സംഘടനയും അത് സ്വയം ചർച്ച ചെയ്തു. KNM-ന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അത് ചർച്ച ചെയ്തു. എന്നിട്ട് ഇന്ന കാര്യം ഇങ്ങനെ വേണം, ഇന്ന പോരായ്മ, ഇന്നത് കൂട്ടിച്ചേർക്കണം, അങ്ങനെ ചർച്ച ചെയ്ത് ഭേദഗതി ചെയ്ത് ഇത് തിരിച്ചയച്ചു കൊടുക്കുകയും പിന്നെ ആ സംഘടനാ ഏകോപന സമിതി അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതിലുള്ള ഒരു 4-5 നിർദ്ദേശങ്ങൾ ഞാൻ പറയാം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ട് പരിഹാരം എന്നതിന് അതിലുള്ള നിർദ്ദേശമാണ്. ഇപ്പൊ നമ്മളൊക്കെ വിവാഹം ചെയ്യുന്നവരാണ്, ചെയ്യിപ്പിക്കുന്നവരാണ്, മക്കൾ കല്യാണം കഴിക്കാനുള്ളവരാണ്, ചില ചെറുപ്പക്കാരികൾ വിവാഹം ചെയ്യാൻ പോകുന്നവരാണ്. അപ്പൊ എങ്ങനെ ലളിതമാക്കാം എന്നതാണ് ചർച്ച. അതിൽ ഒന്നാമത്തെ നിർദ്ദേശം, വിവാഹ ചടങ്ങുകൾ ഒരു ചടങ്ങ് കൊണ്ട് അവസാനിപ്പിക്കുക. ഇതാണ് വിവാഹ ചടങ്ങുകൾ ഒരു ചടങ്ങിൽ അവസാനിപ്പിക്കുക.
ഇപ്പൊ നാട്ടിലുണ്ടാകുന്നത് ചിലപ്പോൾ കൂടിപ്പറയുക എന്ന് പറഞ്ഞിട്ട് ഒരു 500 ആളൊക്കെയാണ് വിളിക്കുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് നിശ്ചയം നിശ്ചയിക്കും. ആ നിശ്ചയത്തിൽ ചിലപ്പോൾ 1000-2000 ആളൊക്കെ പങ്കെടുക്കുകയാണ് നിശ്ചയത്തിൽ. പിന്നെ ഒരു ദിവസം നിക്കാഹാണ് എന്ന് പറയാം, പിന്നെ ഒരു ദിവസം കല്യാണം 6 മാസം കഴിഞ്ഞിട്ട് നടത്തുകയാണ്, പിന്നെ ഒരു ദിവസം ദുഃഖം എന്ന് പറയും, പിന്നെ ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറയും, പിന്നെ സൽക്കാരം എന്ന് പറയും. ഇങ്ങനെ അനുബന്ധമായിക്കൊണ്ട് 5-8 ചടങ്ങുകൾ ഒരു വിവാഹത്തിന് ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കൂടിയ ആളുകൾ തന്നെയാണ് വീണ്ടും കൂടുന്നത്, ഈ പറഞ്ഞ ആളോട് തന്നെയാണ് വീണ്ടും പറയുന്നത്, ഒരേ ആളുകൾ തന്നെയാണ് ഇതിന് പണിയെടുക്കേണ്ടത്. ഒരുപാട് അധ്വാനമുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഒരു ചടങ്ങിൽ അവസാനിപ്പിക്കാം. അപ്പൊ നിങ്ങൾക്കത് ആലോചിച്ച് നോക്കാം. നമ്മുടെ മകളുടെ വിവാഹം വരുമ്പോൾ നമുക്കൊരു ചടങ്ങ് മതി. എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരോടും പറയാം, എല്ലാവരോടും വരാൻ പറയാം, ഒരു ചടങ്ങ്. അത് തന്നെ നിക്കാഹ്, അത് തന്നെ കല്യാണം, അത് തന്നെ പുതുക്കം, അത് തന്നെ കൂട്ടിക്കൊണ്ടുപോകല്, അത് തന്നെ സൽക്കാരം എന്നാല്. അങ്ങനെ വന്നാൽ ചെലവുകൾ ഒരുപാട് കുറയും, അനാവശ്യമായ കുറെ പ്രവർത്തനം നിൽക്കുകയും ചെയ്യും. അപ്പൊ നമ്പർ 1, ഒരു ചടങ്ങിൽ അവസാനിപ്പിക്കുക വിവാഹ സംബന്ധമായ എല്ലാ കാര്യങ്ങളും. രണ്ടാമത്തേത് വിവാഹ വസ്ത്രം. ഇന്ന് ധൂർത്തിലേക്ക് എത്തുന്ന ഒരു വലിയ സംഗതിയാണ് വിവാഹ വസ്ത്രം. അതിൽ അന്ന് കണ്ട ഒരു നിർദ്ദേശം എന്താണെന്നറിയാം? ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് ധരിക്കാത്ത ഒരു വസ്ത്രമാണ് ഇപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിൽ വിവാഹ വസ്ത്രമായി വരുന്നത്. ഒരു സന്തോഷമാണ്, നല്ല വസ്ത്രം വേണം, ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ പിന്നെയും എന്നെങ്കിലും ഒന്ന് ധരിക്കാൻ കഴിയണ്ടേ? അതില്ല. പിന്നീട് ഒരിക്കലും ധരിക്കാത്ത, നമ്മുടെ നാട്ടിൽ പുറത്തിട്ട് നടന്നുകൂടാത്ത, നമ്മുടെ നാട്ടിലെ ഫാഷൻ അല്ലാത്ത എന്തോ ഒരു സാധനം വിവാഹത്തിൽ കൊണ്ടുവരുന്നു. ഇത് നേരത്തെ ഇപ്പൊ വരൻ അല്ലെ വധു ഈ 2 ആളുകൾക്ക് മാത്രമായിരുന്നു. ഇപ്പോൾ ഞാൻ കണ്ടു, കഴിഞ്ഞ മാസം ഒരു വിവാഹത്തിന് പോയപ്പോൾ വിവാഹം ചെയ്യുന്ന ചെറുക്കന്റെ എല്ലാ ജ്യേഷ്ഠന്മാരും എല്ലാ അനുജന്മാരും ഈ കുപ്പയിടണം. വിവാഹം ചെയ്യുന്ന പെണ്ണിന്റെ എല്ലാ ജ്യേഷ്ഠത്തിമാരും അനിയത്തിമാരും ആ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികളും എല്ലാവരും അങ്ങനെ ഒരു വസ്ത്രം. ഈ വസ്ത്രം ഈ 5-10 ആളുകൾ പിന്നെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നില്ല. 10,000-ഓ 20,000-ഓ 50,000-ഓ ഒക്കെ രൂപയാണ് ഒരു സെറ്റിന് ചെലവാക്കുന്നത്. അപ്പം വിവാഹത്തിന് നല്ലതിൽ നല്ല വസ്ത്രമായിക്കോട്ടെ, എന്നാൽ അത് ഉപകാരപ്പെടുമല്ലോ. അതിന്റെ യൂട്ടിലിറ്റി ആണല്ലോ പ്രധാനം. അതാണ് രണ്ടാമത്തെ നിർദ്ദേശം. മൂന്നാമത്തെ നിർദ്ദേശം ആഭരണവുമായി ബന്ധപ്പെട്ടാണ്. ഒരു വലിയ പ്രശ്നമാണ് ആഭരണം. സ്ത്രീകൾക്ക് അവർക്ക് ധരിക്കാൻ വേണ്ടി സ്വർണവും വെള്ളിയും ഒക്കെ അള്ളാഹു ഹലാലാക്കിയതാണ്. പക്ഷെ ആഭരണം ഒരു സൗന്ദര്യവർദ്ധക വസ്തു എന്ന നിലക്കാണോ, അതല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലക്കാണോ നമ്മൾ ഇന്ന് കാണുന്നത് എന്നുള്ളതാണ്. ഒരു സൗന്ദര്യവർദ്ധന വസ്തു, അതാണ് ഇസ്ലാമിൽ ധരിക്കുന്ന ആഭരണം. അതിനൊക്കെ പല നിയമങ്ങളും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സൗന്ദര്യം ആർക്കുള്ളതാണോ അവരല്ലേ പൈസ ചെലവാക്കേണ്ടത്. അതിന്റെ ലോജിക്ക് അതല്ലേ. ഇപ്പൊ എന്റെ ഭാര്യക്ക് ആഭരണം ഇട്ടിട്ട് നല്ല സൗന്ദര്യം ഉണ്ടാവണം, എനിക്കത് കാണാനാണ്, എങ്കിൽ ഞാനല്ലേ അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത്? ആണല്ലോ. അപ്പൊ അന്നത്തെ വസ്ത്രം എന്റെ വക, അന്ന് മാറ്റാനുള്ളത് എന്റെ വക, പിന്നെ വന്നാലുള്ള താമസിക്കാനുള്ളതെല്ലാം എന്റെ വക, എല്ലാം. പക്ഷെ ഏറ്റവും വില കൂടിയ ആഭരണം അത് ഓളെ വാപ്പ എന്നെ വാങ്ങിക്കൊടുക്കണം എന്ന് പറയാം നമ്മള്. എന്നാ പിന്നെ ഈ വസ്ത്രവും കാര്യമൊക്കെ അതും അയാൾ കൈക്കൂടെ? അല്ലെ? ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കി ആഭരണം വാങ്ങണം. ഒരു 5,000-10,000 ഉറുപ്പ്യ ചെലവാക്കിയ ഒരു വസ്ത്രം, എന്നിട്ട് അന്ന് അത് കൊണ്ടുപോകലും മാറ്റിക്കലും പിടിക്കലും ഒക്കെ ഈ പണി ഉണ്ടാവില്ലല്ലോ. അതും കൂടെ വാപ്പായിക്കോട്ടെ എന്ന് വെച്ചൂടെ? അപ്പൊ ഇവിടെയുള്ള പോയിന്റ് എന്താന്ന് വെച്ചാൽ, അനാവശ്യമായ ഒരു ഭാരം പെൺകുട്ടിയുടെ പിതാവിനെ അടിച്ചേൽപ്പിക്കുന്നതാണ്. ആ പെണ്ണിന് ആവശ്യമുള്ള ആഭരണം ആ പിതാവാണ് കൊടുക്കേണ്ടത് എന്ന വ്യവസ്ഥ. നമ്മുടെ നാട്ടിൻ തൊട്ടടുത്ത നാട്ടിൽ ലക്ഷദ്വീപിൽ പോലും ഭർത്താവാണ് ഭാര്യയ്ക്ക് ആഭരണം ഉണ്ടാക്കുക. അപ്പൊ സ്വന്തം പൈസ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിന് നിയന്ത്രണമൊക്കെ വരും. എന്തായാലും അത് അവിടെ മാത്രമല്ല, മുസ്ലിം ലോകത്ത് മുഴുവനും അങ്ങനെയാ. ഖുർആനിന്റെ രൂപവും നമ്മൾ നോക്കിയാൽ അങ്ങനെയാ. അപ്പൊ മനിസ്തതാ മിൻകുമുൽ ബാഅത്ത ഫൽയതസവ്വജ് എന്ന് പറഞ്ഞിടത്ത് ഹദീസിൽ, യുവാക്കളെ യാ മഅ്ശറ ശബാബ്, നിങ്ങളിൽ വിവാഹത്തിന് സാധ്യതയുള്ള ആളുകളൊക്കെ വിവാഹം ചെയ്യണം എന്നാണ്. ബാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഒരു ആൾ വിവാഹം ചെയ്യുമ്പോൾ ആ വിവാഹത്തിന് ആവശ്യമായ മഹർ, പെണ്ണിനെ സംരക്ഷിക്കാൻ ആവശ്യമായ സംഗതികൾ, അവളുടെ വസ്ത്രം, ഭക്ഷണം, പാർപ്പിട, ഇതൊക്കെ ഒത്ത ഒരാൾ വിവാഹം ചെയ്യണം എന്ന ഹദീസിലുള്ള ആ ബാഅത്താണ്. എവിടെയും പെൺകുട്ടി ഒരു വിവാഹത്തോടനുബന്ധമായ ചെലവുകൾ ഒരു ഭാര്യ അല്ലെ പെൺകുട്ടിയോ അവളുടെ കുടുംബമോ വഹിക്കണം എന്ന് ഇസ്ലാമിലില്ല. വലീമത്ത് പോലും നമ്മൾ നോക്കിയാൽ അറിയാം. നമ്മളിപ്പോ മോളെ കല്യാണം സന്തോഷം ആൾക്കാർക്ക് സദ്യ കൊടുക്കുന്നു, അത് വലീമത്തല്ലല്ലോ. വലീമത്ത് വിവാഹം ചെയ്ത പുരുഷൻ അയാളുടെ സുഹൃത്തുക്കൾക്ക് നൽകുന്ന സദ്യയാണ് ആ വലീമത്ത് സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നാട്ടിലെ മര്യാദ അനുസരിച്ച് ഇങ്ങനെ പോകുന്നു. നാട്ടുമര്യാദകൾ സമൂഹത്തിനൊരു ഭാരമാവാത്തതോ ഇസ്ലാമിൽ ഹറാമല്ലാത്തതോ ആയ നാട്ടുമര്യാദകൾ നമുക്കാവാം, വിരോധമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ ജില്ലയിൽ ചില മര്യാദകളൊക്കെ ഉണ്ടാവും.
അത് ഇസ്ലാമിൽ വിരോധിക്കപ്പെടാത്തതാവണം, ജനങ്ങൾക്ക് ഭാരമില്ലാത്തതാവണം. ആ രണ്ട് നിബന്ധനകൾ വളരെ പ്രധാനമാണ്. അപ്പൊ ഇതാവട്ടെ എന്ത് സംഭവിച്ചു എന്നറിയോ? ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ അന്ന് മുതൽക്ക് ഇപ്പൊ നോക്കൂ, ചില ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം, ചില ഇൻഷുറൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. ഒരു പെൺകുട്ടി ജനിച്ചാൽ അന്ന് മുതൽക്ക് ചില പോളിസി വരുന്നുണ്ട്. ആ കുട്ടിക്ക് 20 വയസ്സാകുമ്പോൾ ഇത്ര രൂപയായി തിരിച്ചു കിട്ടും, ആ കുട്ടിയുടെ വിദ്യാഭ്യാസം, വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ പെൺകുട്ടി ജനിക്കുന്നതോടുകൂടി ആളുകൾ ബേജാറാവുന്ന സംഗതികൾ ഒന്ന് പെൺകുട്ടിക്ക് ഉണ്ടാക്കേണ്ട ആഭരണവും അവളെ കെട്ടിച്ചയക്കാൻ സ്ത്രീധനവും അതോടനുബന്ധിച്ച സംഗതികളുമാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജന്മാവകാശമാണ്. വായു, വെള്ളം, വെളിച്ചം, ഭക്ഷണം, ആരോഗ്യം എന്നൊക്കെ പറയുന്ന പോലെ ചിലപ്പോൾ അതിനേക്കാളും വലിയതാണ് വിവാഹം, അല്ലെ? എല്ലാവർക്കും വിവാഹം. ഇപ്പോൾ നമ്മുടെ ഓരോ സർക്കാർ മാറി വരുമ്പോൾ ഇലക്ഷന് മുമ്പ് പറയുമല്ലോ, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വിദ്യാഭ്യാസം. അതിനേക്കാൾ വലിയ സംഗതിയാണ് എല്ലാവർക്കും വിവാഹം എന്ന് പറയുന്നത്, വേണ്ടേ? വിവാഹപ്രായം എത്തിയ ആളുകളൊക്കെ വിവാഹിതരാവണം. അപ്പൊ അതിനെവിടെയാ തടസ്സം വരുന്നത്? ആ തടസ്സം നമ്മൾ നീക്കണം. അത് ഇപ്പൊ വിവാഹത്തിന് കഴിവില്ലാത്തവരെ നമ്മൾ സഹായ പദ്ധതികളുണ്ട്, പക്ഷെ സഹായ പദ്ധതികൾ കൊണ്ട് പരിഹാരമാവില്ലല്ലോ. അത് പിന്നെയും കൂടുതലല്ലേ ചെയ്യുക? നമ്മളെല്ലാം കൂടി പണം പിരിച്ചിട്ട് ഒരാൾക്ക് ആഭരണം ഉണ്ടാക്കാൻ, വേറൊരാൾക്ക് സ്ത്രീധനം കൊടുക്കാൻ, ഇങ്ങനെ പണം ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ കൂടും. അത് കൂടുക എന്നല്ലാതെ അത് കുറയുന്നില്ല. കുറയാനുള്ള മാർഗം നമ്മൾ ഇസ്ലാമിക രീതിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ആഭരണം. മറ്റൊന്ന്, പൊതുവെ ആഭരണത്തിലാണ് മഹത്വം എന്നത് നമ്മൾ ഉപേക്ഷിക്കുകയും വേണം. പുരുഷന്മാർ അത് കാണണം. എന്നാണ് ആഭരണമുള്ള പെണ്ണ്, അവളാ ഏറ്റവും വലിയ ആള്. ഇപ്പൊ ചില ഉമ്മമാർ തന്നെ അങ്ങനെയൊക്കെയുള്ള ചില സംസാരമൊക്കെ സംസാരിച്ച പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പെൺകുട്ടി വീട്ടിൽ വന്നപ്പം നല്ല ആഭരണമുണ്ട്, കുറെ അധികം പവൻ. രണ്ടാമത്തെ കുട്ടി വന്നപ്പോൾ അത്ര ആഭരണം ഇല്ല. എന്നിട്ട് ആ കുട്ടിയോട്, അല്ലെ, ഇങ്ങനെയാണ് കുട്ടികൾ വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഉമ്മ ബുദ്ധിമുട്ടിച്ചാൽ ആ ജീവിതം മുഴുവൻ പ്രയാസമല്ലേ? അപ്പൊ ഉമ്മയും മനസ്സിലാക്കണം, എന്റെ മകൻ കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണ്, അവളുടെ ദീന്, അവളുടെ സ്വഭാവം, അവളുടെ പെരുമാറ്റം, അവൾ നൽകുന്ന സ്നേഹം, അതാണ് വലുത് എന്ന് കാണണം, മനസ്സിലാക്കണം. സത്യത്തിൽ കൂടുന്നതിനനുസരിച്ച് ഇതൊക്കെ കുറയാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഉമ്മക്ക് വയസ്സുകാലത്ത് ഉമ്മയോടൊരു സ്നേഹത്തിൽ പെരുമാറാനും ഉമ്മയെ സഹായിക്കാനും ഒക്കെ ഉമ്മ വെറുതെ വിചാരിക്കുക കൂടുതൽ ആഭരണമുള്ള കുട്ടിയായിരിക്കും കൂടുതൽ നല്ലതെന്ന്. ചിലപ്പോഴെങ്കിലും നേരെ തിരിച്ചായിരിക്കും അനുഭവം ഉണ്ടാവുക. അപ്പൊ സ്ത്രീകൾ തന്നെ അതിനെതിൽ ബോധവൽക്കരണം വേണം. വിവാഹം ചെയ്യുന്ന പെൺകുട്ടികൾക്കും, ഇപ്പൊ വിദ്യാഭ്യാസമുള്ള രാജ്യങ്ങൾ നോക്കൂ നിങ്ങൾ, വിദ്യാഭ്യാസവും ശാസ്ത്രബോധമുള്ള രാജ്യങ്ങൾ, അവരാരും ഇത്രയധികം പണം ആഭരണമാക്കി വെക്കുന്നില്ലല്ലോ. ഇപ്പൊ ജപ്പാനിലോ കൊറിയയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ ഒന്നും തന്നെ ആഭരണം എന്ന നിലയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അവർക്ക്. അവർ വലിയ വ്യവസായികളുണ്ട് സ്ത്രീകള്. അങ്ങനെ വ്യവസായികളാവാൻ നമ്മുടെ സ്ത്രീകൾക്കും സാധിക്കും. ഞാനൊരിക്കൽ കോഴിക്കോട്ട് പാളയം പള്ളിയിൽ ഹുത്ബ പറയുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു ആഴ്ചയിൽ ഞാനൊരു കണക്കെടുത്തു. എൻ്റെ പള്ളിയിൽ 3000 ആളുകൾ ചുരുങ്ങിയത് ജുമാക്ക് വരുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു വീട്ടിൽ ചുരുങ്ങിയത് 10 പവൻ ആഭരണം ഉണ്ടല്ലോ. ഉറപ്പാ 10 അല്ല, 20, 30, 40 ഉള്ള വീടുകളുടെ ആവറേജിന്റെ താഴെ ഒരു 10 പവൻ ആഭരണം ഉണ്ടെങ്കിൽ 3000 × 10 30,000 പവൻ ആഭരണമുണ്ട്. ഒരു പവന് എത്ര? 25,000 30,000 എത്ര കൂട്ടി നിങ്ങൾ നോക്കിയാൽ. ആയിടെ ആയിരുന്നു മാവൂർ ഗോളിയോർ ആൻസുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും പത്രങ്ങളിൽ വന്നത്. അന്നത്തെ വില അനുസരിച്ച് ആ ഗോളിയോർ ആൻസ് വിലക്കെടുക്കാനുള്ള പണം പാളയം പള്ളിയിൽ ജുമാക്ക് വരുന്ന പെണ്ണുങ്ങളുടെ ആഭരണമായിട്ടുണ്ട് എന്ന് ഒരാൾ കണക്കെടുത്ത് തന്നു എനിക്ക്. അതായത് 30,000 പവൻ ആഭരണത്തിന്റെ വില ഒരു വലിയ ഫാക്ടറി വിലക്കെടുക്കാനുള്ളതുണ്ട് എന്ന്. അപ്പൊ എവിടെ ഇത് ചത്ത് കിടക്കുന്ന പണം? പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, നമ്മളൊരു സ്ത്രീകളുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ ആഭരണമൊക്കെ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം തുടങ്ങിയാൽ അവർക്ക് തന്നെ അതിന്റെ വരുമാനവും കിട്ടും. കള്ളനായിട്ട് പേടിക്കുകയും വേണ്ട, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ നിലക്ക് ചിന്തിച്ചുകൂടെ എന്ന് ഒരു വിഷയം എന്ന നിലക്ക് പറയാണ്. അപ്പൊ ആഭരണത്തിന് പെൺകുട്ടികൾക്ക് വേണം, എനിക്ക് ആഭരണം വേണ്ട, ഞാൻ ആഭരണം ഇഷ്ടപ്പെടുന്നില്ല എന്ന നിലക്ക് നമ്മൾ സ്വർണ്ണാഭരണത്തോടുള്ള ഒരു വിമുഖതയും ഉണ്ടാക്കിയെടുത്താൽ നല്ലതാണ്. പിന്നെ നമ്മുടെ ഒരു വലിയ പ്രശ്നം, എങ്ങനെയാണ് നമ്മൾ വിവാഹം ലളിതമാക്കുക? ഞാൻ ഒരുപാട് കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ച്, എനിക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഇനിയിപ്പോ ഞാനൊരു വിവാഹം നടത്തും, എൻ്റെ മകൻ്റെ ഞാനെങ്ങനെ ആളെ വിളിക്കാതിരിക്കുക? ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. എങ്ങനെ എന്ത് ചെയ്യും? പലപ്പോഴും നമ്മൾ അതിന് പറയുന്ന ഒരു, എൻ്റെ വീട്ടിൽ ആദ്യത്തെ കല്യാണം, അത് ആദ്യത്തെ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ തരാം, ആകെ ഒരു മോളാ ഉള്ളത്, അതിന് ആളെ വിളിക്കണ്ടേ? രണ്ടും അങ്ങനെ. മൂന്നാമത്തേത് ഇത് അവസാനത്തെ ഒരു പരിപാടി, ഇനി ആരെയും വിളിക്കാനും ഇല്ലല്ലോ. അപ്പൊ എല്ലാ കല്യാണവും വലുതായി അതോടുകൂടി. ഓരോന്നിനും ഓരോ ന്യായമാണ് എന്ന് മാത്രം. ആദ്യത്തെ കല്യാണമല്ലേ, രണ്ടാമത്തേത് ആകെ ഉള്ളൊരു മോളല്ലേ, മൂന്നാമത്തെ ഇനി അവസാനത്തെ ഇല്ലല്ലോ. ഇങ്ങനെ നമ്മൾ ന്യായം ഉണ്ടാക്കിയാൽ ഒരിക്കലും ലളിതമാക്കാൻ കഴിയില്ല.
അപ്പൊ എന്താ പറയുക ആ നിർദ്ദേശത്തിൽ പറയുന്നത്, വിവാഹത്തിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടത് വരനും പെൺകുട്ടിയുടെ വലിയും 2 സാക്ഷികളുമാണ്. അത് ഇസ്ലാമികമായി വിവാഹമാകാൻ വേണ്ടത്. പിന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും സഹാബത്തിന്റെ ജീവിതത്തിലുമൊക്കെ അത് സുഹൃത്തുക്കൾക്കും സ്നേഹിതന്മാർക്കും വലീമത്ത് നൽകുന്നത്, വരൻ വലീമത്ത് നൽകുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ വലുതായി വരുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് സമാധാനം പറഞ്ഞ് ഭക്ഷണം കൊടുത്ത് വിട്ടിരുന്നു. ഇന്ന് അങ്ങനെ അല്ലാതെ അങ്ങനെ സാധിക്കാത്തത് കൊണ്ട് വലിയ ഓഡിറ്റോറിയങ്ങൾ വേണ്ടി വന്നു. ഒരു നാട്ടിൽ മുഴുവൻ ആളുകൾക്കും കല്യാണം കഴിക്കാൻ മാത്രം ഓഡിറ്റോറിയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഓഡിറ്റോറിയങ്ങൾ കിട്ടാൻ വേണ്ടി 10-20 കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയിട്ട് കല്യാണം നടത്തേണ്ടി വരും. അപ്പൊ എന്റെ നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കളെയും കുളക്കാരെയും 20-25 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിച്ചാൽ, എന്റെ അയൽവാസികളെയും ഒക്കെ ക്ഷണിച്ചാൽ, അതിനർത്ഥം ആ ആളുകളൊക്കെ ഒരു ദിവസം അധ്വാനിക്കണം, അവർ കഴിക്കുവാതിരിക്കണം. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതല്ലേ, ആ ഭക്ഷണത്തിന്റെ 2 ഇരട്ടി ബസ്സിന് ചെലവാക്കിയ അല്ലെ കാറിന് ഡീസൽ അടിച്ചാൽ അവർ വരണം. ചുരുക്കത്തിൽ നമ്മൾ എന്തെല്ലാം ഗുണം പറയുന്നോ അതൊന്നുമില്ല. ഇത് പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് ഇപ്പം അടുത്ത് ഈ ചർച്ച വന്നപ്പോൾ, മുസ്ലിം ലീഗിന്റെ പ്രമേയവും ചർച്ചയൊക്കെ വന്നപ്പോൾ ഒരാൾ പറയാണ്, നിങ്ങൾ ഈ പറയും പോലെ ഒന്നല്ല, ഇത് സൗഹൃദം പുതുക്കലാണ്, ഇത് കുടുംബബന്ധം പുലർത്തലാണ്, ഇത് കുശലം പറയലാണ് ഒക്കെ. അപ്പൊ ഞാൻ അതിനൊരു കണക്കെടുത്ത് നോക്കി. വെറുതെ പറയാണിത്. 2 മണിക്കൂർ നേരമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു കല്യാണത്തിന് ആൾ പോവുകയും ചെയ്യുക. ഒരു 12 മണി മുതൽക്ക് ഒരു 2 മണി വരെയുള്ള ഒരു സമയം. ഇനി വേണേൽ 1 മണിക്കൂർ 3 മണിക്കൂർ നിൽക്കുക. 3 മണിക്കൂറിനുള്ളിൽ ഒരു 3000 ആൾ അവിടെ വരുന്നെങ്കിൽ, 3 മണിക്കൂറിനുള്ളിൽ 3000 ആൾ വരുന്നെങ്കിൽ ഒരാളോട് ഈ കല്യാണം വിളിച്ച ആൾക്ക് സംസാരിക്കാൻ നേരെ എത്ര ഉണ്ടാവും? 1 മിനിറ്റ് പോലും ഉണ്ടാവില്ല. 1 മിനിറ്റ് പോലും ഉണ്ട്. വെറുതെ പറയാണ്, സ്നേഹമാണ്. ഞാനൊരു അനുഭവം പറയാം. കോഴിക്കോട്ടെ ഒരു വലിയ കല്യാണത്തിന് എന്നെ വിളിച്ചിരുന്നു. ഞാൻ അതിന് പോയിരുന്നില്ല. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു നല്ല മനുഷ്യൻ. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കാർ ഞാൻ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവാണ്. അപ്പൊ ഇദ്ദേഹം എന്നോട് പറയണം, മൗലവി അന്ന് കല്യാണത്തിന്റെ നിങ്ങളെ ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇതിനർത്ഥം എന്താണെന്ന് പറയാം, ഞാൻ വന്നിട്ടുണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാ കുശലമാണ്, കുടുംബമാണ് പറയുന്നത്. ഞാൻ ആ കല്യാണത്തിന് വന്നിട്ടുണ്ടോ എന്ന് ഈ പാവം മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു ക്ഷമാപണങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ തിരക്കിലായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. 3 കല്യാണത്തിന് കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ ഞാൻ കോഴിക്കോട്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഭക്ഷണം നിക്കാഹ് കഴിഞ്ഞോടുകൂടി ഒരു ബഹളമായി. പിന്നെ അവിടെ ഇങ്ങനെ ഭക്ഷണം തരുന്ന ആളുകളെ പരിചയമുള്ളവരാവില്ലല്ലോ, ഏതോ കാറ്ററിംഗ് ഇതിലെ കുട്ടികളല്ല, ഇയാൾ ഇവിടുത്തെ കുത്തുമടത്തിയ ആളാണെന്നോ അല്ലെങ്കിൽ ഇത് നമ്മളെ വിളിച്ച ആൾക്ക് വേണ്ടപ്പെട്ട ആളെന്നോ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ പാത്രവും പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അരമണിക്കൂർ നിന്നാൽ എനിക്ക് ഭക്ഷണം കിട്ടൂല എന്ന് ഉത്തമ വിശ്വാസം വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വേറെ പരിപാടി ഉള്ളതുകൊണ്ടും ഞാനങ്ങനെ സലാം പറഞ്ഞ് തിന്നോ തിന്നില്ലോ ഒന്നും പറയാതെ പോയി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. ഇങ്ങനെ 3 തവണ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. എത്ര ആളുകൾക്കുണ്ടാവും? ഒരു വലിയ കല്യാണത്തിന് ഞങ്ങൾ വരി നിൽക്കുകയാണ്. എൻ്റെ മുമ്പിൽ പ്രൊഫസർ ജലീൽ സാഹിബ്, പ്രൊഫസർ യു മുഹമ്മദ് സാഹിബ്, കുട്ടശ്ശേരി മൗലവി, എൻ്റെ പുറകിൽ മോയ്മോൻ ഹാജി, കുട്ടി ഹാജി, കോഴിക്കോട്ടെ പ്രമുഖരായ ആളുകൾ, ഞങ്ങൾ പാത്രവും പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ആ നിൽക്കുമ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മോയിൻമോൻ ഹാജി മുക്കം അദ്ദേഹം ഒരു തമാശ പറഞ്ഞു, മൗലവി ഞങ്ങളെ നാട്ടിൽ, ഞങ്ങൾ പണക്കാരെ വീട്ടില് കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുറെ ആൾ ഓടി വരും. ഞങ്ങൾ വിളിച്ച ആൾക്കാരല്ല, പാവങ്ങൾ അവിടെ ഇവിടെയൊക്കെയുള്ള കുറെ ആൾക്കാർ വരും. എന്നിട്ട് പ്ലേറ്റോ പാള എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒരു കഷ്ണം മീൻ തരുമോ, ഒരു കഷ്ണം ഇറച്ചി തരുമോ, ഇങ്ങനെ ചോദിച്ചിങ്ങനെ നിൽക്കും, കിട്ടിയാ കിട്ടി തിന്നും. ഈ ഒരവസ്ഥയിൽ അള്ളാഹു താല നമ്മളാക്കിയല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ വാങ്ങി പുറത്തു വന്നിരിക്കുമ്പോണ്ട് സിദ്ദീഖ് ഹസൻ സാഹിബ് ഒരു തിണ്ടിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സിദ്ദീഖ് ഹസൻ സാഹിബ് നിങ്ങളേതായാലും അവിടെ ഒരു സീറ്റ് കിട്ടി, നമ്മളെ ആൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ ക്ഷണിച്ചിട്ട് ആദരവോടുകൂടി അവിടെ ഇരുത്തി ഭക്ഷണം കൊടുത്ത് വെള്ളം താഴെ കൊണ്ടുവച്ചാൽ അത് തട്ടിമറിഞ്ഞു പോകും. ഇങ്ങനെ എല്ലാം കൂടി കല്യാണം വേണോ? വേണ്ടല്ലോ. കുറച്ച് ആളെ വിളിച്ച് നല്ല ഭക്ഷണം കൊടുത്ത് നല്ലോണം പറഞ്ഞേക്കാം. അതിനെന്ത് ചെയ്യണം? നമ്മൾ അളവ് കുറക്കണം. എണ്ണം കുറയ്ക്കുന്നതിന് അന്നത്തെ ഒരു നിർദ്ദേശം എന്താ അറിയോ? ഒരാൾ അയാളുടെ ഒരു സന്തോഷവേള എന്ന നിലയിൽ വളരെ അടുത്ത കുടുംബക്കാരെയും വളരെ അടുത്ത അയൽവാസികളെയും വിളിച്ചാൽ മതി. ഇത്ര മതി. വളരെ അടുത്ത അയൽവാസികളും വളരെ അടുത്ത കുടുംബക്കാരും, പിന്നെ വളരെ അടുത്ത സ്നേഹിതന്മാർന്നും കൂടി അതിൽ പറഞ്ഞപ്പോൾ ഒരു പ്രശ്നം, അത് നിയന്ത്രിക്കാൻ കഴിയില്ല. സാവാൻകുട്ടി സാഹിബ്, PSC ചെയർമാൻ ആയിരുന്ന സാവാൻകുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ 2ാമത്തെ മകളുടെ വിവാഹത്തിന് ഒരു കത്തയച്ചു. എൻ്റെ മകളുടെ വിവാഹം ഇന്ന സ്ഥലത്ത് ഇന്ന ദിവസം നടക്കുകയാണ്, താങ്കൾ പ്രാർത്ഥിക്കണം എന്ന്. കല്യാണത്തിന് വരണമെന്നില്ല. മുഴുവൻ വായിക്കാത്ത ആൾക്കാർ ചിലപ്പോൾ ആ കത്തും കൊണ്ട് നമ്മളത് നോക്കില്ല, ഡേറ്റല്ലേ നോക്കുക. അതിന് AP ഉദയഭാനു മലയാളം നാട് വാരികയിൽ ഒരു ലേഖനം എഴുതി വിവാഹത്തെക്കുറിച്ച്. ഇതൊരു 20 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല ഒരു കല്യാണക്കത്താണ് ഇത് എന്ന് പറഞ്ഞിട്ട്. കാരണം അത് മതി.
അത് മതിയല്ലോ വിവാഹം. അപ്പം അങ്ങനെയുണ്ടാവും. നമ്മളിപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരാൾ എന്നെ വിളിച്ച് പറയാണ് നമ്മളെ മോൻ്റെ കല്യാണമുണ്ട്, മോളെ വിവാഹമുണ്ട്, നിങ്ങളൊക്കെ ദ്വാരക്കണം കേട്ടോ എന്നാൽ നമ്മൾ ദ്വാ ചെയ്യും. നമുക്കും സൗകര്യം നിങ്ങൾക്കും സൗകര്യം. ഒരു കല്യാണം ഒഴിഞ്ഞ് കിട്ടിയാൽ അതിൻ്റെ റാഹത്ത് എത്ര അറിയാം. അപ്പോൾ ആൾക്കാർ പറയും ഇവിടെ കയറി അവിടെ മുഖം കാണിച്ചു, ഇവിടെ കാണി അവിടെ മുഖം കാണിച്ചു, ഇങ്ങനെ പോവാണ് ആളുകൾ. അപ്പോൾ ഒരു വിവാഹം അത്ര നല്ലതാണ്, പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഉള്ളൊരു പ്രശ്നം ഇവൻ പിശുക്കനാണെന്ന് പറയും ആളുകൾ. പിശുക്കനാണെന്ന് പറയാതിരിക്കാൻ ഉള്ള ചിലവുകൾ ഇന്നലത്തെ മാധ്യമത്തിൽ ഈ ചർച്ചയിൽ ഒന്ന് രണ്ട് അനുഭവം പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 1-2 ആളുകളുടെ കല്യാണം, അതായത് കുറച്ച് ആളെ വിളിച്ച് കല്യാണം നടത്തി. ആ നടത്തിയ ആളുകൾ വേറെ ചില വിവാഹം നടത്തി കൊടുത്തു. അതുമാതിരി വേറെ ചില ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വലിയ പണം കൊടുത്തു എന്നത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതെന്തിനാ അറിയോ? ഇവൻ പിശുക്കനാന്ന് പറയാതെക്കാൻ. കല്യാണത്തിന് 10 ലക്ഷം ചെലവാക്കുന്ന ഒരാൾ, ആക്കാവുന്ന ഒരാൾ 1 ലക്ഷം റുപ്യ കൊണ്ട് കല്യാണം നടത്തി ഒരു 9 ലക്ഷം റുപ്യ ഇന്ന കാര്യത്തിന് കൊടുത്തു, വീടുണ്ടാക്കാൻ കൊടുത്തു, അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനത്തിന് കൊടുത്തു. അങ്ങനെ പിശുക്കൊണ്ടല്ല, ഇതൊരു വിശ്വാസം കൊണ്ടാണ് എന്ന് വന്നല്ലോ. അതിൽ പിന്നെ നമ്മുടെ ഈ വിവാഹത്തോടനുസരിച്ചുള്ള സദ്യകളുടെ ഭക്ഷണത്തിന്റെ ഐറ്റം കുറക്കാലോ. കാരണം ലോകത്തില്ലാത്ത എല്ലാ സാധനങ്ങളും കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ഭക്ഷണക്രമം ഉണ്ടല്ലോ, അതല്ലാത്ത പരിചയമില്ലാത്ത വേറെ ഏതോ നാട്ടിലെ ഭക്ഷണം അവിടെ ഉണ്ടാക്കുക. അപ്പോൾ ഒരാൾക്ക് ഒരു വയറേ കഴിക്കാൻ കഴിയും. ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം തരാം, ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ എടുത്തെടുത്ത് പകുതിയാകുമ്പോഴേക്ക് തന്നെ നമുക്ക് വേണ്ട അളവായി. പിന്നെ പല സാധനവും നമുക്ക് പൂതിയുള്ളത് പിന്നെ അപ്പുറത്തുണ്ടാവും. അപ്പോൾ ഇത് തിന്നിട്ട് പിന്നെയും തിന്നാണ്. പിന്നെ ഈ തിന്നതൊന്നും തന്നെ ആരോഗ്യകരവുമല്ല. അപ്പം ഐറ്റം കുറക്കാം. എല്ലാം കൂടി ഒന്നിച്ചാക്കാനല്ല, ഐറ്റം കുറക്കാം ഭക്ഷണത്തിന്റെ. വേറെ ഒരു പരീക്ഷണം, നമ്മൾ കുറച്ച് ഭക്ഷണം മതിയാവുന്ന നേരത്തേക്ക് വിവാഹത്തിന്റെ സമയം മാറ്റാം. രാവിലെ 10 മണിക്കാണെങ്കിൽ രാവിലെ 10 മണിക്ക് നമ്മൾ എന്താ, അല്ലെ വൈകുന്നേരം 4 മണിക്കാണെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് എന്താ ഒരു ചായ സ്നാക്സ് എന്തെങ്കിലും അത്രല്ലേ, അങ്ങനെ ആക്കാം. അതും ഒരു മോഡലായി അന്ന് നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ്, സമയം മാറ്റാം. ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം കേൾക്കണം. അപ്പൊ ഞാനൊക്കെ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ മുമ്പ് വിവാഹം നടത്താൻ ഉച്ചക്കാണ് കല്യാണമെങ്കിൽ ഉച്ചക്ക് ആൾക്കാർ വരിക. ഇപ്പം കുറച്ച് കൊല്ലമായി നോക്കുമ്പോൾ തരാം, തലേന്ന് രാത്രി നമ്മളൊന്ന് പോയില്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും എന്നാണ്. അങ്ങനെ അയാൾ എന്ത് വിചാരിക്കും, തലേന്നും കല്യാണമായി മാറി. ഇപ്പൊ തലേ ദിവസം മഗ്‌രിബിന് ലൈറ്റും കാര്യമൊക്കെ വെച്ചിട്ട് അന്നും കുറെ ആളുകൾ വരികയാണ്. അപ്പൊ 2 ദിവസത്തെ കല്യാണമാണ്. ഇപ്പോൾ ഫറൂഖിൽ ഒരാൾ വിവാഹ ക്ഷണക്കത്തിൽ എഴുതിയിരുന്നു, NB തലേ ദിവസം വീട്ടിൽ പരിപാടികളില്ല. അതിന്റെ ആരും അങ്ങനെ കാര്യം വരണ്ടാന്ന്. അതെന്താ വെച്ചാൽ അങ്ങനെ വരെ നമ്മൾ എഴുതേണ്ടി വന്നു, തലേ ദിവസം വീട്ടിൽ പരിപാടികളില്ല. അപ്പൊ അത് നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാവുന്ന ഒരു സംഗതിയാണ്. അതുപോലെ ഈ വിവാഹത്തിന്റെ ഈ ചെലവ് കുറക്കാനുള്ള മാർഗങ്ങളിൽ മറ്റൊന്നാണ്, ഒരു തറവാട്ടില് ഒരു 6 മാസത്തിനുള്ളിൽ 2-3 കല്യാണം നടക്കാനുണ്ട് വിചാരിക്കാം, അല്ലെ? മോന്റെ മോളത്, മോളെ മോളത്, മുസ്താപ്പന്റെ മോളത്. ഇതിൽ കൂടേണ്ട ആളുകൾ കുടുംബക്കാരും നാട്ടുകാരും മിക്കവാറും ഒരേ ആളുകളാവും. അത് ഒരു ദിവസമാക്കി അതിൽ കൂടുതൽ സൗകര്യമുള്ള വീട്ടിൽ വെച്ചോ ഇനി ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചോ ആക്കിയാൽ അത് ഒരുപാട് ചെലവ് കുറയും, ആളുകൾക്ക് ആശ്വാസം ഉണ്ടാവും. അതേപോലെ ഒരു മഹല്ലിൽ പറ്റും, കുറെ ആളുകൾ ഒന്നിച്ചൊരു ദിവസം വിവാഹമാക്കുക, എന്നിട്ട് അതിന്റെ ചെലവ് തിരിച്ചെടുക്കുക. ബോംബെയിൽ ഒരു പള്ളി മഹല്ലിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ നോട്ടീസ്, ഈ മഹല്ലിൽ ഇന്ന മാസങ്ങളിലെ വിവാഹ തീയതി ഇതാകുന്നു എന്ന് അവിടുത്തെ ഇമാം നോട്ടീസ് ഇട്ടതാണ്, പള്ളി നോട്ടീസ് ഇട്ടാ. ഇപ്പൊ ഇത്രാം തീയതി അതിലേക്ക് ഫിക്സ് ചെയ്യാം. വിവാഹം അർപ്പിക്കുന്ന ആള് എന്താ, എനിക്ക് 100 ആളുണ്ടാവും, ഇയാൾക്ക് 100 ആളുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതിന്റെ പൈസ കൊടുത്ത്, കുറെ ആൾ കോമൺ ആണ് ഉണ്ടാകുമല്ലോ, കുറെ ആൾ എല്ലാവർക്കും കൂടി വേണ്ടി ആളുകൾ സുഖമായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വിവാഹത്തിന്റെ കാര്യങ്ങളിൽ ഇസ്ലാമിലെ വിവാഹം എന്തിനാണ് എന്ന ബോധവൽക്കരണം ഉണ്ടാകണം. ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് വെറും ഒരു കളിതമാശ അല്ലല്ലോ. വിവാഹം എന്ന് പറയുന്നത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് മീസാഖൻ ഖലീള, ഒരു ശക്തമായ കരാറിനാണ്. ഒരാളുടെ ജീവിതത്തിലെ വലിയൊരു സംഭവമാണത്. അപ്പൊ അതിൻ്റെതായ അച്ചടക്കത്തിലും അതിൻ്റെതായ ഭവ്യതയിലും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടും ഒക്കെയാണ് നമ്മൾ ലബാറക്കല്ലാഹു ലക്മാൻ ഒക്കെ പറയുന്നത്. അത് പറയാൻ കഴിയാത്ത മാതിരിയിലാണ്. ഇപ്പൊ എനിക്കൊരു 2 മാസത്തിനുള്ളിൽ ഒരു അനുഭവം, കോഴിക്കോട്ട് വെച്ചൊരു കല്യാണം. നമ്മുടെ ആളുകളൊക്കെ തന്നെ കല്യാണത്തിന് വളരെ നിർബന്ധിച്ചിട്ട് വരന്റെ ആളുകൾ ക്ഷണിച്ച് വധുവിന്റെ ആളുകളും ക്ഷണിച്ച് ഒരുപാട് തിരക്കിനിടയിൽ ഞാൻ പോയിട്ട് നമ്മൾ നിക്കാഹ് തീർന്ന് നമ്മൾ ദുആ ചെയ്ത് ഇതൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കുണ്ട് പടക്കം പൊട്ടാൻ തുടങ്ങി. ഇതിന്റെ ബാക്കിൽ അവിടെ അങ്ങനെ ശീലമില്ല. അപ്പൊ പടക്കം പൊട്ടാൻ തുടങ്ങി. ഞാൻ മൈക്കെടുത്ത് പറഞ്ഞു, നിങ്ങൾ പടക്കം പൊട്ടിക്കരുത്, ഇതൊരു നല്ല ഉണ്ടാവേണ്ട ഒരു മജ്ലിസാണ്, നിക്കാഹ് കഴിഞ്ഞ് ദുആ ചെയ്യുന്ന സമയമാണ്, അതുകൊണ്ട് പടക്കം നിർത്തണം. അപ്പൊ ഈ പടക്കത്തിന് തീ കൊടുത്താൽ പിന്നെ പകുതിയിൽ നിർത്താൻ കഴിയില്ലല്ലോ, അതങ്ങനെ പൊട്ടിപ്പൊട്ടാണ്ട് തീർന്നു. ഞാൻ അവിടുന്ന് പോയി, ഞാൻ ഭക്ഷണം കഴിക്കാതെ ഞാൻ അപ്പോൾ ആൾക്കാരെങ്കിലും ഭക്ഷണം, എനിക്ക് ഭക്ഷണം വേണ്ട. ഷാഹിദ് ഫാറൂഖ് നിക്കാഹിന്റെ കുത്തുബയിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു നിക്കാഹ് തുടങ്ങുക, അപ്പോഴേക്ക് പൊട്ടാൻ തുടങ്ങി.
മുപ്പര് അത് അവിടെ നിർത്തിയിട്ട് നിക്കാഹ് ചെയ്ത് കൊടുത്തു. അപ്പം മൗലവി ഹുത്തുബ ഉപദേശം, എന്തുപദേശം, അൽഹംദുലില്ലാ പടക്കം പൊട്ടിക്കുന്നതിന് അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത് ഇല്ലല്ലോ. അത് നിങ്ങൾ വേറെന്തെങ്കിലും ചെയ്തോളായിരുന്നു. മുപ്പര് സ്ഥലം കൊടുത്തു. എല്ലാം ആഭാസമായിട്ട്. ഇന്നലെ തന്നെ പത്രത്തിലുണ്ട്, പിന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കോഴിക്കോട് കൊടുവള്ളിക്കടുത്തൊരു സ്ഥലത്ത്. പോലീസ് കേസെടുത്ത് എന്തിനെന്നറിയോ? ഈ വിവാഹത്തോടനുബന്ധിച്ച് വീടുകളിൽ അക്രമം ചെയ്തിട്ട്. അക്രമം വരന്റെ ആളുകളായിട്ടൊരു കൂട്ടർ, അവര് വീട്ടിൽ നിന്ന് പോവില്ല, തിരിച്ചു വരിക, പോയവർ വരിക, എന്നിട്ട് പിന്നെ ബെഡ്റൂമിൽ കയറിയിരിക്കുക, ഇതാകെ നാശാക്കുക, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെ ആകെ വിവാഹം എന്നത് ഒരു പേടി സ്വപ്നം ആയി മാറുന്ന അവസ്ഥ വരികയാണ്. അതുപോലെ തന്നെ ആഭാസങ്ങൾ, ഇതൊക്കെ കാണുന്ന ഇത് ഒരു പങ്ക് മുസ്ലിം സമൂഹം അത് ഉണ്ടാക്കുകയും പിന്നീട് അത് പ്രചരിക്കുകയും ചെയ്തതാണ്. ആർക്കും നിയന്ത്രണമില്ലാത്ത ഒരു സമുദായമായി നമ്മൾ മാറിപ്പോയാൽ ഇപ്പോൾ ഒരു നിയന്ത്രണം സാധിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് എല്ലാ വിഭാഗം പണ്ഡിതന്മാരും എല്ലാ മതസംഘടനകളും ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിങ്ങളുടെ മുസ്ലിം ലീഗിന്റെയും ഒരാഹ്വാനവും ഒക്കെ നിലനിൽക്കുമ്പോൾ നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ച് ചില മാതൃകാ വിവാഹങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു സംഗതിയാണ് ഇത് എന്ന നിലയ്ക്ക് ഇത് കൊണ്ടുപോയാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എത്ര പണമാണ് പൊട്ടിച്ചു കളയുന്നത്, എത്ര പണമാണ് അനാവശ്യത്തിന് ചെലവഴിക്കുന്നത്. ഇപ്പോൾ വിവാഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബിസിനസ്, രാഷ്ട്രീയം, സാംസ്കാരിക ബന്ധം അതൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ അതെല്ലാം വിവാഹം കൊണ്ടാണ് ഇല്ലല്ലോ. അതിനെല്ലാം ഉള്ളതാണ് വിവാഹം എന്ന് പറഞ്ഞതാണ് പ്രശ്നം. ഒരു ബന്ധവുമില്ലെങ്കിലും മന്ത്രിയെ കിട്ടണം, ഒരു ബന്ധവുമില്ലെങ്കിലും MLA MP ഒക്കെ വരണം, ഒരു ബന്ധവും ഇല്ലെങ്കിലും ചില ആളുകളെ പ്രത്യേകം ക്ഷണിക്കണം. ഇപ്പൊ എനിക്കറിയാം, അതുകൂടി ഞാൻ പറയാം. നമ്മൾ ഈ അനുഭവങ്ങൾ പറയുന്നതല്ലാണ്. ഒരാൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, എൻ്റെ മകളെ, എൻ്റെ ആരോന്നിൻ്റെ വിവാഹം ഉണ്ട്, നിങ്ങൾ വരണം. അവിടുത്തെ നമ്മുടെ ഒരു പ്രവർത്തനം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വരണം. ഇയാൾ വിളിക്കും എന്ന് വെച്ചാൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, നമ്മളെ പള്ളിക്കൊക്കെ പൈസ തരുന്ന ആളാണ്. അതാണ് ഇതിൻ്റെ മാനദണ്ഡം. നമ്മളെ പള്ളി അവിടെ ശാഖയെ പൈസ കൊടുക്കുന്ന ആളാണ്, എന്നാൽ നമ്മളൊക്കെ കല്യാണത്തിന് പങ്ക്. എന്നിട്ട് ശുപാർശ പറഞ്ഞിട്ട് നമ്മൾ പോയി. ഏതായാലും അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്ന മനുഷ്യനല്ലേ വെച്ചത്. ഈ പറഞ്ഞ പോലെ ഗേറ്റിലെത്തി ഇയാൾ വലിയ സന്തോഷം കൈ പിടിച്ച് കുലുക്കി സലാം പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് വിടുമല്ലോ. അങ്ങനെ ഭക്ഷണമുള്ള സ്ഥലത്തേക്കാണ്ട് വിട്ടു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആദ്യം ഞാൻ എത്തിയ സ്ഥലത്ത് അവിടെ ഭക്ഷണമില്ല. അപ്പൊ ഞാൻ അടുത്ത കൗണ്ടറിലേക്ക് പോയി, അവിടെ പ്ലേറ്റ് എത്തിയിട്ടില്ല. മൂന്നാമത്തെ കൗണ്ടറിൽ എത്തുമ്പോൾ ഞാനിങ്ങനെ ഈ കുട്ടികളാരും എന്നെ അറിയില്ലല്ലോ, ഈ കാറ്ററിംഗ് പിള്ളേരല്ലേ. മൂന്നാമത്തെ സ്ഥലത്തെത്തിയപ്പോഴാണ് ഞാനിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് ഫറൂഖ് കോളേജിനപ്പുറത്ത് കാരാടുള്ള നമ്മുടെ ഒരു പ്രവർത്തനം എവിടുന്നോ ഒരു പ്ലേറ്റ് കുറച്ച് ചോറോ കൊണ്ടുതന്ന് ഞാൻ എവിടുന്നോ തിന്ന് ഞാൻ പോവുകയും ചെയ്തു. ഇയാൾ മൗലവി കഴിച്ചില്ല, കഴിച്ചു വേറെ ഞാൻ പോവുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ സംഭവം. എന്താണെന്ന് വെച്ചാൽ യാതൊരു ആശയവുമില്ല ആ കല്യാണത്തിന് എന്നെ ഞാൻ അയാളെ കുടുംബക്കാരനല്ല, അയാളെ സ്നേഹിതനല്ല, അയാളൊന്നുമല്ല. ഒരു പക്ഷെ നമ്മളോടുള്ള ബഹുമാനമായിരിക്കും, നമ്മൾ അംഗീകരിക്കുന്നു ബഹുമാനമാണെന്നാണെങ്കിൽ ആ ബഹുമാനം കൊണ്ടുവന്ന ഒരു മനുഷ്യന് മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ക്ഷണിക്കാതിരിക്കലാണല്ലോ നല്ലത്. ആ നിലയിൽ നമ്മുടെ ഒന്ന് ആലോചിക്കണം, വിലയിരുത്തണം. വിവാഹം കൊണ്ട് ഞാൻ അരീക്കോട്ടെടുത്തൊരു കല്യാണത്തിന് പോയപ്പോൾ ഓരോ നാട് പറയുമ്പോൾ ആ നാട്ടുകാർ ദേഷ്യം പിടിക്കരുതിട്ട്, എല്ലായിടത്തിലും ഉള്ളതാ, എൻ്റെ നാട്ടിലുള്ളതാ. ഞാൻ അതിന്റെ റിയാലിറ്റിക്ക് വേണ്ടി പറയാം. പോയപ്പോൾ ഒരു വലിയ ഓഡിറ്റോറിയം, അരീക്കോട്ടിനപ്പുറത്ത് പത്തനാപുരത്ത് ഒരു ഉയരത്തിലുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആളുകൾ ഇങ്ങനെ വരികയാണ്, വന്ന് കുറേ ആൾ ഭക്ഷണം കഴിച്ച് പോവുകയാണ്. അപ്പൊ പിന്നെ പോണവർ വിളിച്ചു പറയാൻ തുടങ്ങി, തീർന്നു എല്ലാവരും പൊയ്ക്കോളിന്ന്. അപ്പൊ എന്താ സംഭവം എന്നറിയോ? ഈ കല്യാണത്തിലേക്ക് വാപ്പ കുറെ ആളെ വിളിച്ചു, മകൻ കുറെ ആളെ വിളിച്ചു, പിന്നെ ബാക്കി കുട്ടികളെ വിളിച്ചു. എല്ലാം കൂടി കല്യാണത്തിന്റെ പ്രധാന സമയമാകുമ്പോൾ തീർന്നു എല്ലാവരും പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ട് ഈ കല്യാണത്തിന് ക്ഷണിച്ച ആളുകൾ എന്തോ കിട്ടാൻ വന്ന ആൾക്കാരുമായി തിരിച്ചു പോകുന്ന, ഭിക്ഷക്ക് വന്ന ആൾക്കാരോട് പറയണ മാതിരിയുള്ള അനുഭവം ഉണ്ടാകുക. അപ്പൊ ചെറുതാവണം, ലളിതമാവണം. ഇസ്ലാമിക വിവാഹ രീതി എന്ത് എന്ന് നമ്മൾ ശീലിക്കുകയും വേണം. പിന്നെ വേറൊന്നുള്ളത്, വിവാഹത്തോടനുബന്ധിച്ചുണ്ടാകുന്ന അനാവശ്യങ്ങൾ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അനുബന്ധമായത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷൻ വിവാഹം ചെയ്യുന്നതോടുകൂടി ഒരാൺകുട്ടിയും അവർ ഭാര്യ ഭർത്താക്കന്മാരായി നിക്കാഹോടുകൂടി പിന്നെ അവർ സ്വതന്ത്രരാക്കി വിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒക്കെ ഉണ്ട്. ഇന്ന ദിവസം ഇന്നടത്ത് പോകണം, ഇന്നത് ചെയ്യണം, ഇന്നടത്ത് വരണം, ഇന്നടത്ത് പോകണം, ഇങ്ങനെയൊക്കെ വരിഞ്ഞു മുറുക്കുകയാണ്. അതിന് പകരം മക്കളെ, ഇന്ന് മുതൽ നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞില്ലേ, ഭാര്യ ഭർത്താക്കന്മാരാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാനും ഇഷ്ടമുള്ളപ്പോൾ പോകാനും പോകാതിരിക്കാനും നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് നിങ്ങളുടെ ദീനിന്റെ താല്പര്യം ജീവിച്ചോളൂ എന്ന ഒരു നിർദ്ദേശം നൽകിയാൽ ആ കുട്ടികൾക്കും ഒരു സുഖം തോന്നും, നമുക്കും അത് ഒരു സൗകര്യമായിരിക്കും. അങ്ങനെ ഈ ഇസ്ലാമികമായ വിശ്വാസത്തിന്റെയും ജീവിതത്തിന്റെയും ഭാഗമായുള്ള ഒരു സംഗതിയാണ് വിവാഹം എന്ന നിലയിൽ നമ്മൾ അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണം. അത് കളി തമാശയല്ല, അത് ആഭാസമാക്കി തീർക്കാനല്ല. ഇപ്പൊ തലശ്ശേരിയിലൊക്കെ, ഞാൻ തലശ്ശേരിയിൽ ഒരു നിക്കാഹ് കഴിഞ്ഞിട്ട്, തലശ്ശേരി ഇപ്പൊ നേരെ കോഴിക്കോട് മലപ്പുറം ഒക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ട് തലശ്ശേരിയും പറയാം. പിന്നെ ഒരു നിക്കാഹ് കഴിഞ്ഞ് ഞാൻ പോന്നു,
ഞാൻ ആണ് കുത്തുബ നടത്തുന്നത്. അത് കഴിഞ്ഞ് പോകുന്നു. പിറ്റേന്ന് അവിടുത്തെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു, നിങ്ങൾ ഇന്നലെ അവിടെ ഒരു നിക്കാഹിന് കുത്തുബ നടത്താൻ വന്നു. ഞാൻ വന്നു. അപ്പോൾ എന്നോട് പറയാം, നിങ്ങൾ പോയ ശേഷം എന്താ ഉണ്ടായത് നിങ്ങളറിയാം. പറഞ്ഞു ഞാൻ അറിയില്ലല്ലോ. എന്നാൽ നിങ്ങൾ അങ്ങ് ഇറങ്ങിയ ശേഷം പിന്നെ വലിയ പെൺകുട്ടികളും ആൺകുട്ടികളും സ്റ്റേജിൽ കയറി ഡാൻസും പ്രശ്നവും പെൺകുട്ടികളെ പിടിച്ച് മേലോട്ടെറിയലും താഴോട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതാണ് പിന്നെ അതിന് എന്നെ വിളിക്കണ്ടല്ലോ എല്ലാം കൂടെ അങ്ങനെ ഡാൻസും പാട്ടുമായിട്ട് നടന്നാൽ മതിയല്ലോ. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ അനിയന്ത്രിതമായിരിക്കുന്നു. ആർക്കും നിയന്ത്രിക്കാൻ കഴിയും. ആരാണ് ഇതിൻ്റെ നിയന്ത്രകൻ എന്നറിയില്ല. വാപ്പ പറയും ഞാനിപ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ ഭാര്യയും മക്കളും ഒക്കെ അങ്ങനെയായി. പിന്നെ വാപ്പയും ഉമ്മയും പറഞ്ഞ പിന്നെ മക്കളല്ലേ ഇപ്പൊ കാര്യമൊക്കെ ചെയ്യുന്നത്, അവരാണ് പൈസ അയച്ചിരുന്നത്, പിന്നെ നമ്മൾ അങ്ങനെ പോവാണ് ഓരോന്നും. അങ്ങനെ പോരല്ലോ. അപ്പൊ നമ്മൾ ഒന്നിച്ചു നിന്നാൽ, ഈ സമയത്ത് ഒന്നിച്ചു നിന്നാൽ, പ്രത്യേകിച്ച് ലീഗിന്റെ പ്രമേയമുണ്ട്, നേരത്തെ പല മതസംഘടനകളും പറഞ്ഞിട്ടുണ്ട്, ആ നിലയിൽ ഒന്നിച്ചു നിന്നാൽ നമുക്കൊരു മാറ്റം വരുത്താം. ഒരു സാമൂഹ്യ വിപ്ലവം ഉണ്ടാകും. ഒരു സാമൂഹിക വിപ്ലവത്തിന് കേരളം സാക്ഷിയാവും. ഇപ്പൊ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്താതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നറിയോ? നമ്മൾ കല്യാണം അങ്ങനെയല്ലേ, ഈ പറഞ്ഞ ആൾ അങ്ങനെയല്ലേ, മറ്റേ നേതാവ് എൻ്റെ ഈ സംസാരം കേൾക്കുന്ന ആളുകൾ ഒരാളെങ്കിലും അവരുടെ വിവാഹം അടുത്ത് വരാനിരിക്കുന്ന മകന്റെ വിവാഹം വിചാരിച്ചതിനേക്കാൾ ഒന്ന് ചെറുതാക്ക്, അത്ര മതി. ഞാൻ പറഞ്ഞ മാതിരി ആരും വിളിക്കാക്കണ്ട. ഇപ്പൊ നിങ്ങൾ 1000 ആളെ വിളിക്കാൻ വിചാരിച്ചെങ്കിൽ 800 ആളെ വിളിക്കും. 200 ആൾ കുറഞ്ഞല്ലേ? 200 ആളെങ്കിൽ കുറക്കാൻ ഞാൻ പറഞ്ഞുതരാം. ദൂരമുള്ള ആൾക്കാർ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി, ഇവിടെയാണ്, നിങ്ങൾ വരണമെന്നില്ല, നിങ്ങൾ ദുആ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പണി. അവർക്കും സന്തോഷമായി. ദൂരമുള്ള ആൾക്കാരെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, അത്യാവശ്യമില്ലാത്ത ആൾക്കാരെ അടുത്ത കല്യാണത്തിന് മെല്ലെ മെല്ലെ നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും എന്നത് ഉറപ്പാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ആ രംഗത്ത് വരുന്നുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ഇതിന് KPA മജീദ് സാഹിബ് ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു, എല്ലാ മുസ്ലിം സംഘടന. അതിൽ ഞാൻ പറഞ്ഞത്, ഞാൻ മുനവ്വർ അലി തങ്ങൾക്ക് മെസ്സേജ് വായിച്ചിരുന്നു. ആ റിക്കാർഡ് വന്നപ്പോൾ, ലേഖനം വന്നപ്പോൾ എന്ത് അറിയോ, ഇതിൽ നേതാക്കൾ മാതൃക കാണിച്ച് നല്ല മീഡിയ പബ്ലിസിറ്റി കൊടുക്കണം. അത് പാണക്കാട് നിന്ന് തന്നെ തുടങ്ങിയാലും നന്ന് എന്ന് ഞാൻ അറിയിച്ചിരുന്നു. അദ്ദേഹം അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും നോട്ടബിൾ ആയിട്ടുള്ള ആളുകളെ ഇയാൾ ഇത്ര ചെറുതാക്കിയോ, ഇയാൾക്ക് വലിയ കല്യാണം നടത്താമായിരുന്നല്ലോ എന്ന് പറയാവുന്ന ആളുകൾ ഒന്ന് ചെറുതാക്കിയാൽ പിന്നെ ആളുകൾക്ക് ഇതാവും. ഹൈറായാലും ഷെറായാലും നമ്മുടെ നാട്ടിൽ പണക്കാരെയാണ് നമ്മൾ അനുകരിക്കുക. ഞാൻ കോഴിക്കോട് പള്ളിയിലോ ഹുത്ബയിലൊക്കെ പറയലുണ്ട്, ഞങ്ങൾ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ കോഴിക്കോട്ടുകാരെയാണ് മാതൃകയാക്കാണ്. ഹൈറായാലും ഷെറായാലും അവരാ ഇമാമിങ്ങൾ അല്ലെ. ഞങ്ങൾ നാട്ടിലൊക്കെ സ്ത്രീകൾ പർദ്ദ ഇടാൻ തുടങ്ങി, കോഴിക്കോട്ടെ പെണ്ണുങ്ങൾ പർദ്ദ ഇടാൻ തുടങ്ങി, കോഴിക്കോട്ടെ ആൾക്കാരൊക്കെ താടി വെക്കാൻ തുടങ്ങി. അപ്പൊ നമ്മളെ ഗ്രാമത്തിലും താടി വെക്കാൻ തുടങ്ങി. കോഴിക്കോട്ടെ ആൾക്കാരൊക്കെ ബിരിയാണി തുടങ്ങി, അപ്പൊ ഞങ്ങളും ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പൊ എന്താ മന്തി മറ്റേതൊക്കെ ഉണ്ടാക്കാൻ. ഇപ്പൊ ഞങ്ങൾ ഈ ഗ്രാമീണരൊക്കെ കോഴിക്കോട്ടുകാരെ നോക്കിയിട്ടാണ്, അവരെ നമ്മളെ ഇമാമിങ്ങൾ. അത് അവരാണ് കുറച്ചുകൂടി അനുകരണീയം എന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. അതേമാതിരി പണക്കാരായ ആളുകൾ, അതുമാതിരി സ്വാധീനമുള്ള ആളുകൾ, നേതാക്കന്മാരായ ആളുകൾ, അവരൊക്കെ എന്താണോ മാതൃക അത് സാധാരണക്കാർക്ക് വേഗം അനുകരിക്കാൻ പറ്റും. ഒരായുഷ്കാലം മുഴുവനും സമ്പാദിച്ചാലും ഒരു കല്യാണത്തിന് പണം ഒപ്പിക്കാൻ കഴിയില്ല സാധാരണ നാട്ടിലെ കൂലിപ്പണിക്കാർക്ക്. ഉറപ്പല്ലേ? 1 ലക്ഷം രൂപ ഒക്കെ ഒരു കൂലിപ്പണിക്കാരന് സമ്പാദിക്കാൻ കഴിയും. എന്നാലും അയാൾ ഈ കല്യാണം നടത്തുന്നത് നാട്ടിലിപ്പം അങ്ങനല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. നാട്ടിൽ അങ്ങനല്ലേ എന്ന് വിചാരിച്ച ആൾ നടത്തേണ്ട യാതൊരു കാര്യമില്ല. അത് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യാൻ വേണ്ടി ആളുകൾ ദുആ ചെയ്യുന്ന നല്ലൊരു മജ്ലിസാക്കി മാറ്റിയാൽ മതി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കൂടിച്ചേരൽ ഈ നിലയിൽ ഒരു നല്ല ചിന്തകൾ ഉണ്ടാക്കാൻ ഉപകരിക്കും എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ ഈ ചർച്ചകളിൽ ലേഖനങ്ങൾ എഴുതുന്ന പത്രക്കാരോട് ഞാൻ പറഞ്ഞത്, ചാനലുകളോട് പറഞ്ഞത്, ഇതിന് എതിർപ്പുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, അവരെ ഇതിൽ പങ്കെടുപ്പിക്കരുത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിന് ന്യായം പറഞ്ഞാൽ ന്യായീകരിച്ചാൽ ഇത് പൊളിഞ്ഞു പോകും. അവരങ്ങനെ സ്വന്തം അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിടാനേ പറ്റുള്ളൂ. അപ്പൊ ഇതിനെതിരിൽ നിങ്ങൾ ഇനിയും കുവൈറ്റ് ചർച്ച ഉണ്ടാക്കണം, എല്ലാ സംഘടനകളുടെയും കീഴിലായിട്ട്. അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ആഹ്വാനം എങ്ങനെ നടപ്പിലാക്കാം, ആശയം എല്ലാവരും അംഗീകരിച്ച എങ്ങനെ നടപ്പിലാക്കാം. ഈ പറഞ്ഞതൊന്നുമല്ലാത്ത കുറെ കാര്യങ്ങൾ നിങ്ങളിൽ പലർക്കും നാം ഇങ്ങനെ ചെയ്തുകൂടെ എന്ന്. അതുകൊണ്ട് ഇതൊരു നല്ല കാര്യമായി എനിക്ക് തോന്നുന്നു. മാത്രമല്ല അടുത്ത ഈ മദ്യമുക്ത കേരളം എന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ വിഷയത്തിലും നമുക്ക് പ്രവർത്തിക്കാനുണ്ട്. ഇങ്ങനത്തെ ജീവൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇസ്ലാഹി സെന്റർ കാണിക്കുന്ന താല്പര്യവും ആ വിഷയങ്ങളിൽ മറ്റു സംഘങ്ങൾ കൂടെ പ്രവർത്തിക്കുന്നതും സന്തോഷകരമായ
കാര്യമാണ്, പ്രവാസ ജീവിതത്തിൽ ചെയ്യുന്ന പുണ്യകർമ്മമാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മൾ മറ്റ് ഔപചാരികത ബഹുമാന്യനായ ശ്രീ